നഗരത്തിലെ പ്രശസ്തമായ ആർട്സ് കോളേജിന്റെ കോമ്പൗണ്ടിൽ ആകാശ് എന്ന ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കള്ളം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ മുനിസിപ്പാലിറ്റിയിൽ സൂപ്പർവൈസറാണ് അല്ലേ? രാഹുലിന്റെ ചോദ്യം ഒരു സിഗരറ്റ് പുകയ്ക്കൊപ്പം പുറത്തുവന്നു. വില കൂടിയ ബൈക്കിന്റെ ഹാൻഡിലിൽ താളം പിടിച്ചുകൊണ്ട് അവൻ ആകാശിനെ നോക്കി. ആകാശ് ഒന്ന് പതറി. അവന്റെ ഹൃദയമിടിപ്പൊരു നിമിഷം ഉയർന്നു. അതെ, അവൻ ശബ്ദമിടറാതിരിക്കാൻ പാടുപെട്ടു. സൂപ്പർവൈസറാണ്, ഓഫീസ് ജോലിയാണ്, ഭയങ്കര തിരക്കാണ് ആൾക്ക്. രാഹുലും അവന്റെ സുഹൃത്തുക്കളും അത് വിശ്വസിച്ച മട്ടിൽ തലയാട്ടി. ആകാശിന് 20 വയസ്സേ ഉള്ളൂ. പക്ഷേ ഈ കള്ളം പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരുന്നു. അവന്റെ ലോകം രണ്ടായിരുന്നു. ഒന്ന് കോളേജിലെ ഈ പ്രശസ്തരുടെയും പണക്കാരായ സുഹൃത്തുക്കളുടെ ലോകം. 2 നഗരത്തിന്റെ പ്രാന്തത്തിലുള്ള ഒറ്റമുറി വീട്ടിലെ അവന്റെ യഥാർത്ഥ ലോകം. ഈ 2 ലോകങ്ങളെയും പരസ്പരം കൂട്ടിമുട്ടിക്കാതിരിക്കാൻ അവൻ ഒരുപാട് വിയർപ്പൊഴുക്കിയിരുന്നു. ആകാശ് പഠിക്കാൻ മിടുക്കനായിരുന്നു. അവൻ ക്ലാസ്സിലെ ടോപ്പറുമാണ്. പക്ഷെ അവന്റെ ഉള്ളിൽ എപ്പോഴും ഒരു അപകർഷതാബോധം തിളച്ചുമറിഞ്ഞു. അതിനു വ്യക്തമായ കാരണമുണ്ടായിരുന്നു. അവന്റെ അമ്മ മാലതി വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധാരണ പനി വന്നാണ് മരിച്ചത്. അന്ന് തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്ന് വലിയൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ അച്ഛന്റെ കയ്യിൽ പണമില്ലായിരുന്നു. നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അമ്മ രക്ഷപ്പെട്ടേനെ എന്ന ചിന്ത അവന്റെ നെഞ്ചിലൊരു മുറിപ്പാടായി അവശേഷിച്ചു. പണവും വിലയുമില്ലാത്തതുകൊണ്ടാണ് തനിക്ക് അമ്മയെ നഷ്ടപ്പെട്ടതെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ടുതന്നെ പണവും വിലയുമുള്ള രാഹുലിന്റെയും കൂട്ടരുടെയും സൗഹൃദം അവന് പ്രധാനപ്പെട്ടതായിരുന്നു. അവരുടെ കൂടെ നടക്കുമ്പോൾ അവനും അവരിൽ ഒരാളായി തീർന്നു. വില കൂടിയ ബൈക്കിലിരിക്കുമ്പോൾ അവൻ അത് നന്നായി ആസ്വദിച്ചു. ദാ ആകാശ്, വാ കേറ്, ഒരു റൗണ്ട് അടിക്കാം. രാഹുൽ തന്റെ പുതിയ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ആകാശ് തിരിഞ്ഞു നോക്കി. ഗേറ്റിന്റെ അടുത്തായി മറ്റൊരു ബൈക്കിൽ സത്യൻ അവനെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. സത്യൻ അവന്റെ പഴയ സുഹൃത്താണ്. അയൽവക്കത്താണ് താമസം. സത്യന്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. സത്യൻ യാഥാർത്ഥ്യബോധമുള്ളവനായിരുന്നു. അവൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം ഒരു പത്രക്കെട്ട് സൈക്കിളിൽ കൊണ്ടു നടന്ന് വിൽക്കുന്നുമുണ്ടായിരുന്നു. ആകാശ്, വാ, നമുക്ക് ലൈബ്രറിയിൽ പോകണ്ടേ? സത്യൻ വിളിച്ചു പറഞ്ഞു. ആകാശ് അവനെ കണ്ട ഭാവം നടിച്ചില്ല. സത്യന്റെ കൂടെ നടന്നാൽ തന്റെ വില പോകുമെന്ന് അവൻ ഭയന്നു. അവൻ രാഹുലിന്റെ ബൈക്കിന് പിന്നിൽ ചാടിക്കയറി. നീ ആ ഓട്ടോക്കാരന്റെ മോന്റെ കൂടെയാണോ ഇപ്പോഴും നടപ്പ്? ബൈക്ക് മുന്നോട്ട് കുതിച്ചപ്പോൾ രാഹുൽ കാറ്റിൽ വിളിച്ചു ചോദിച്ചു. ഏയ്, അതൊക്കെ പണ്ടല്ലേ, ചുമ്മാ ഒരു ഹായ് ബൈ. ആകാശ് മറുപടി പറഞ്ഞു. ബൈക്ക് ക്യാമ്പസ് ഗേറ്റ് കടന്ന് നഗരത്തിന്റെ തിരക്കിലേക്ക് പാഞ്ഞു. നഗരം വൈകുന്നേരത്തെ തിരക്കിലമർന്നിരുന്നു. രാഹുലിന്റെ ബൈക്ക് മറ്റു 2 ബൈക്കുകൾക്കൊപ്പം ഒരുതരം മത്സരയോട്ടത്തിലായിരുന്നു. ആകാശ് കണ്ണടച്ച് കാറ്റാസ്വദിച്ച് പിന്നിലിരുന്നു. ജീവിതം ഇത്രയും വേഗതയുള്ളതും ലഹരി നിറഞ്ഞതുമായി അവന് മുമ്പ് ഒരിക്കലും തോന്നിയിരുന്നില്ല. നിന്റെ അച്ഛന്റെ ഓഫീസ് എവിടെയാടാ ഈ ടൗണിൽ? കൂട്ടത്തിലൊരുവൻ, രോഹൻ, ചോദിച്ചു. ആകാശിന്റെ നെഞ്ചുകാളി. അത് മെയിൻ റോഡിലല്ല, കുറച്ചുള്ളിലാണ്. മുനിസിപ്പൽ കോർപ്പറേഷന്റെ പഴയ കെട്ടിടം. അവൻ വേഗം ഒരു കള്ളം തട്ടിക്കൂട്ടി. അവർ സിറ്റി ബസ് സ്റ്റാൻഡിന്റെ പ്രധാന കവാടം കടന്ന് മുന്നോട്ടു പോവുകയായിരുന്നു. ട്രാഫിക് സിഗ്നൽ ചുവപ്പായപ്പോൾ ബൈക്കുകൾ നിരനിരയായി നിന്നു. ആളുകൾ ബഹളം വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആകാശ് അത് കണ്ടത്. ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള പൊതുശൗചാലയത്തിന്റെ വാതിൽ തുറന്നൊരാൾ പുറത്തേക്ക് വരുന്നു. നീല യൂണിഫോം മുഴിഞ്ഞിട്ടുണ്ട്. കയ്യിൽ ക്ലീനിംഗ് ഉപകരണങ്ങൾ അടങ്ങിയ ഒരു ബക്കറ്റ്. മുഖം വിയർപ്പിൽ കുളിച്ചിരിക്കുന്നു. രൂക്ഷമായ ഫിനോയിലിന്റെയും അഴുക്കിന്റെയും ഗന്ധം ആ തിരക്കിലും അവന്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നതുപോലെ തോന്നി. അത് വേണുവായിരുന്നു, അവന്റെ അച്ഛൻ. വേണു അവനെ കണ്ടില്ല. അദ്ദേഹം ബക്കറ്റ് താഴെ വെച്ച് മുറിഞ്ഞ തോർത്തുകൊണ്ട് മുഖം തുടച്ചു. അപ്പോഴാണ് റോഡിന് കുറുകെ നിൽക്കുന്ന മകനെ അദ്ദേഹം കണ്ടത്. ഒരു നിമിഷം ആ അഴുക്കുപുരണ്ട വേഷത്തിലും വേണുവിന്റെ മുഖത്തോട് ചിരിവിടരാൻ ശ്രമിച്ചു. അദ്ദേഹം കൈ ഉയർത്താൻ ആഞ്ഞതുമാണ്. അതാരാടാ? തൊട്ടടുത്ത ബൈക്കിൽ നിന്ന് രോഹൻ അങ്ങോട്ട് വിരൽ ചൂണ്ടി. ആകാശിന്റെ ലോകം നിശ്ചലമായി. അവന്റെ തൊണ്ട വരണ്ടു. ചെവിയിൽ രക്തമിരച്ചു കയറി. 100 കണക്കിന് ആളുകൾ അവനെ മാത്രം നോക്കുന്നതുപോലെ അവന് തോന്നി. ഡാ, നിന്നോടാ ചോദിക്കുന്നേ, അതാരാ? ആകാശ് മുഖം തിരിച്ചു. വേണുവിന്റെ മുഖത്ത് വിടരാൻ ശ്രമിച്ച ആ ചിരി, അതവിടെ തന്നെ തണുത്തുറയുന്നത് അവൻ കണ്ടു. അത് അവന്റെ ശബ്ദം ഒരു ഞരക്കം പോലെ പുറത്തുവന്നു. അത് അച്ഛന്റെ ഒരു ദൂരത്തെ ബന്ധുവാണ്, ഒരു പാവം. ഇവിടെ എന്തോ ജോലിയാണ്. സിഗ്നൽ പച്ചയായി. രാഹുൽ ബൈക്ക് മുന്നോട്ടെടുത്തു. ഹോ, ആ നാറ്റം സഹിക്കാൻ പറ്റുന്നില്ല, വേഗം വിടുവണ്ടി. രാഹുൽ അലറി. ബൈക്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ സൈഡ് മിററിലൂടെ ആകാശ് അവസാനമായി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. തന്റെ അച്ഛൻ ആ പൊതു ശൗചാലയത്തിന്റെ പടിക്കൽ കൈയിലെ ബക്കറ്റുമായി തന്നെ നോക്കി തനിച്ചു നിൽക്കുന്നത് അവൻ കണ്ടു. ആ നിമിഷം
അച്ഛനോടുള്ള സ്നേഹത്തേക്കാളുപരി കൂട്ടുകാർക്ക് മുന്നിൽ നാണം കെട്ടല്ലോ എന്ന അപമാനമാണ് അവന്റെ ഉള്ളു നിറയെ. അന്ന് രാത്രി 8 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആകാശിന്റെ തല പെരുകുകയായിരുന്നു. രാഹുലും കൂട്ടരും പിന്നീട് ഒരു സിനിമയ്ക്ക് കൂടി പോയിരുന്നു. പക്ഷേ ആകാശിന്റെ മനസ്സിൽ ആ ഇരുണ്ട സ്ക്രീനിൽ കണ്ടതിനേക്കാൾ വ്യക്തമായി തെളിഞ്ഞു നിന്നത് അച്ഛന്റെ ആ നിൽപ്പാണ്. വീടിന്റെ വാതിൽ തുറന്നുകിടന്നിരുന്നു. അകത്ത് അച്ഛൻ അവനുവേണ്ടി ഭക്ഷണവുമായി കാത്തിരിപ്പുണ്ടായിരുന്നു. മേശപ്പുറത്ത് സ്റ്റീൽ പാത്രങ്ങളിൽ കണ്ണിയും ചമ്മന്തിയും പയറും നിരത്തിവച്ചിരിക്കുന്നു. മോൻ വന്നോ? വേണുവിന്റെ ശബ്ദം പതിവിലും ക്ഷീണിച്ചിരുന്നു. ആകാശ് ഒന്നും മിണ്ടിയില്ല. അവൻ ബാഗ് ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. അവന്റെ ദേഹമാസകലം അഴുക്ക് പുരണ്ടതുപോലെ അവന് തോന്നി. കഴിക്കാനെടുക്കട്ടെ? വേണു എഴുന്നേറ്റു. വേണ്ട. ആകാശിന്റെ ശബ്ദം കടുത്തു. എനിക്ക് വിശപ്പില്ല. നീ രാവിലെ കഴിച്ചോണ്ടു പോയതാ. വാ, ഒരു ഗ്ലാസ് കഞ്ഞിയെങ്കിലും കുടിക്കേ. വേണു അവന്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് ആകാശിന്റെ മൂക്കിലേക്ക് ആ ഗന്ധമടിച്ചു. ഫിനോളിന്റെയും വിയർപ്പിന്റെയും പിന്നെ തിരിച്ചറിയാനാകാത്ത മറ്റെന്തോന്നിന്റെയും സമ്മിശ്ര ഗന്ധം. അന്നു വൈകുന്നേരം അവനെ പൊതിഞ്ഞ അതേ ഗന്ധം. ആകാശ് ദേഷ്യത്തോടെ പിന്നോട്ടു മാറി. തൊട്ടുപോരു തന്നെ. വീണു ഞെട്ടിത്തരിച്ചു നിന്നുപോയി. മോനെ, എന്താ? എന്തിനെന്നെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? ആകാശ് അലറി. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കുറ്റബോധം കൊണ്ടായിരുന്നില്ല, അമർഷം കൊണ്ടായിരുന്നു. എന്തിനച്ഛനാ വൃത്തികെട്ട ജോലിക്ക് പോകുന്നത്? നാട്ടുകാരുടെ മുന്നിൽ, എന്റെ കൂട്ടുകാരുടെ മുന്നിൽ എനിക്കൊരു വിലയില്ലാതാക്കാൻ? വേണുവിന്റെ മുഖം വിളറി. അദ്ദേഹം ഒരു നിമിഷം മകനെ തന്നെ നോക്കി നിന്നു. എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. അദ്ദേഹം ഒന്നും മിണ്ടാതെ തലകുനിച്ച് തന്റെ മുറിയിലേക്ക് നടന്നുപോയി. വാതിലടയ്ക്കുന്ന നേർത്ത ശബ്ദം മാത്രം ആ വീട്ടിൽ മുഴങ്ങി. ആകാശ് മേശപ്പുറത്തിരുന്ന കഞ്ഞിപ്പാത്രം തട്ടിത്തെറിപ്പിച്ചു. ചൂടുള്ള കഞ്ഞി നിലത്താകെ പരന്നു. അവൻ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. കട്ടിലിൽ കമഴ്ന്നുകിടന്ന് അവൻ തലേണയിൽ മുഖമമർത്തി. എന്തിനാ? അവൻ സ്വരം ചോദിച്ചുകൊണ്ടിരുന്നു. ആ ചോദ്യം അച്ഛനോടായിരുന്നില്ല, സ്വന്തം വിധിയോടായിരുന്നു. പിറ്റേന്ന് രാവിലെ ആകാശ് ഉണർന്നിട്ട് തലക്കനവുമായാണ്. മുറിക്കു പുറത്തേക്ക് അപ്പോഴേക്കും വെളിച്ചം വീണിരുന്നു. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഇന്നലെ രാത്രി താൻ തട്ടിത്തെറിപ്പിച്ച കഞ്ഞിപ്പാത്രം അവിടെയില്ല. നിലം വൃത്തിയാക്കിയിരിക്കുന്നു. അടുക്കളയിൽ നിന്ന് നേരിയ ശബ്ദം കേട്ടു. അച്ഛൻ. ആകാശിന്റെ നെഞ്ചിൽ വീണ്ടും ദേഷ്യം തികട്ടിവന്നു. പക്ഷെ അതിനൊപ്പം നേരിയൊരു കുറ്റബോധവുമുണ്ടായിരുന്നു. അതവന്റെ ദേഷ്യം കൂട്ടി. അവൻ പല്ല് ഞെരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അച്ഛൻ അടുക്കളയിൽ ചായ ഇടുകയായിരുന്നു. ആകാശിനെ കണ്ടതും ഒന്ന് പതറി. മോനെ, ചായ? ആകാശ് മറുപടി പറഞ്ഞില്ല. അവൻ ബാത്റൂമിലേക്ക് നടന്നു. കോളേജിൽ പോകാൻ തയ്യാറെടുക്കുമ്പോൾ ആ വീട്ടിൽ കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. വേണു ഒന്നും സംസാരിച്ചില്ല. ആകാശ് അതിന് മുതിർന്നതുമില്ല. പതിവ് പോലെ ആകാശ് വാതിൽക്കലേക്ക് നടന്നപ്പോൾ വേണു പിന്നിൽ നിന്ന് വിളിച്ചു. മോനെ. ആകാശ് തിരിഞ്ഞു നോക്കി. വേണു കെട്ട മുഷിഞ്ഞ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപ നോട്ട് എടുത്തു നീട്ടി. വണ്ടിക്ക്. കയ്യിൽ വെച്ചോ. ആകാശ് ആ നോട്ടിലേക്കും അത് നീട്ടിയ പരിപരുത്ത കൈകളിലേക്കും നോക്കി. ഇന്നലെ കണ്ട ആ കാഴ്ച അവന്റെ മനസ്സിലേക്ക് ഇരച്ചുവന്നു. ആ കൈകളിൽ അഴുക്കിന്റെ മണമുണ്ടെന്ന് അവന് തോന്നി. അവൻ ആ കൈ തട്ടിമാറ്റി. വേണ്ട, എന്റെ കയ്യിലുണ്ട്. 10 രൂപ നോട്ട് നിലത്തേക്ക് പാറുവീണു. വേണുവിന്റെ മുഖം ഒരു നിമിഷം ചുവന്നു, പിന്നെ വിളറി. അദ്ദേഹം ഒന്നും മിണ്ടാതെ അത് കുനിഞ്ഞെടുക്കാൻ ശ്രമിച്ചു. ആകാശ് അതൊന്നും ശ്രദ്ധിക്കാതെ ചെരുപ്പിട്ട് പുറത്തേക്കിറങ്ങി. വാതിൽ ശക്തിയായി വലിച്ചടച്ചു. കോളേജിൽ അവന്റെ മനസ്സ് പാറിപ്പറക്കുകയായിരുന്നു. ക്ലാസ്സിൽ ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ മുഖം, രാഹുലിന്റെ പരിഹാസച്ചിരി, രോഹന്റെ ചോദ്യം എല്ലാം അവനെ വേട്ടയാടി. അപ്പോഴാണ് അവന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. കോച്ചിംഗ് സെന്ററിൽ നിന്നായിരുന്നു. ഹലോ ആകാശ്. റിസപ്ഷനിസ്റ്റിന്റെ ശബ്ദം. ഹലോ ആകാശ്, ഇന്നാണ് ഫൈനൽ ഇൻസ്റ്റോൾമെന്റ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അടച്ചില്ലെങ്കിൽ അടുത്തയാഴ്ച നടക്കുന്ന മോക്ക് എക്സാമിന് ഇരിക്കാൻ പറ്റില്ല. ആകാശ് തകർന്നുപോയി. ഈ ബഹളത്തിനിടയിൽ അവനത് മറന്നുപോയിരുന്നു. അവസാന ഗഡു 20,000 രൂപ. ഞാൻ നോക്കട്ടെ. അവൻ വിക്കി. ഫോൺ കട്ട് ചെയ്തപ്പോൾ അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. 20,000 രൂപ എവിടെ നിന്ന് കിട്ടും? അച്ഛനോട് ചോദിക്കാൻ കഴിയില്ല. ചോദിച്ചാൽ തന്നെ എവിടെ നിന്നാണ് അച്ഛൻ ഈ പണം കൊണ്ടുവരുന്നത്? അവൻ ക്ലാസ്സിൽ നിന്നിറങ്ങി. ഉച്ചയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഓഫീസ് ജോലിക്ക് പോയിരിക്കണമെന്ന ആകാശിനോർത്ത് പുച്ഛം തോന്നി. അവന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അച്ഛന്റെ മുറിയിലേക്ക് അവന്റെ കണ്ണുകൾ പാഞ്ഞു. ദേഷ്യവും നിസ്സഹായതയും ഒരുമിച്ചവനെ പൊതിഞ്ഞു. അച്ഛൻ എവിടെയാണ് പണം വെക്കുന്നത്? ആദ്യത്തെ ഇൻസ്റ്റോൾമെന്റായ 50,000 രൂപ അച്ഛൻ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? അവൻ അച്ഛന്റെ മുറിയിലേക്ക് പാഞ്ഞു കയറി.
ആദ്യമായി അവൻ അച്ഛൻ്റെ അലമാര വലിച്ചു തുറന്നു. കുറച്ചു മുഷിഞ്ഞ ഷർട്ടുകളും മുണ്ടുകളും. അതിനിടയിലൂടെ അവൻ കൈ പനതി. ഒന്നും കിട്ടിയില്ല. അവൻ്റെ കണ്ണുകൾ വാതിലിനു പിന്നിൽ തൂക്കിയിട്ടിരുന്ന ഇന്നലെ അച്ഛനിട്ട ഷർട്ടിലേക്ക് നീങ്ങി. അതിനിപ്പോഴും ആ രൂക്ഷഗന്ധമുണ്ടായിരുന്നു. അവൻ വെറുപ്പോടെ ആ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. അവൻ്റെ കയ്യിലൊരു കടലാസ് തടഞ്ഞു. മടക്കിയ ഒരു രസീത്. അവനത് നിവർത്തി നോക്കി. റിസീവ്ഡ് വിത്ത് താങ്ക്സ് ഫ്രം മിസ്റ്റർ വേണു, ₹50,000 ടുവേർഡ്സ് സിവിൽ സർവീസ് കോച്ചിംഗ് ഫോർ ആകാശ് വി. 50,000 രൂപ. അവൻ്റെ ആദ്യ ഇൻസ്റ്റാൾമെൻറ്റ്. അവൻ ഓർത്തു, കഴിഞ്ഞ ആഴ്ച ഫീസ് അടയ്ക്കാൻ പണമില്ലാതെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് അച്ഛൻ വൈകി വന്നത്. ഈ രസീത് അച്ഛൻ അവൻ്റെ കയ്യിൽ വെച്ചു തന്നു. ഒരു സുഹൃത്ത് തന്നതാ, നീ പോയി ചേർന്നോ എന്ന് മാത്രം പറഞ്ഞ് അച്ഛൻ മുഖം തിരിച്ചു. ആകാശ് ആ രസീതിൽ വിറയലോടെ നോക്കി നിന്നു. 50,000 രൂപ. തൻ്റെ അച്ഛന് മുനിസിപ്പാലിറ്റിയിലെ ഓഫീസ് ജോലിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് മിച്ചം വെച്ചുണ്ടാക്കാൻ കഴിയുന്നതായിരുന്നില്ല അത്. അപ്പോൾ എവിടെ നിന്ന്? ഒരു ഭയാനകമായ സംശയം അവൻ്റെ മനസ്സിലേക്ക് ഇഴഞ്ഞു കയറി. ഈ രസീതും ഇന്നലത്തെ ആ കാഴ്ചയും ആ പുതിയ ജോലിയും എല്ലാം ഒരേ സമയത്ത്. അവന് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. അവൻ നിലത്തേക്ക് ഊർന്നിരുന്നു. ആകാശിൻ്റെ മനസ്സൊരു ചുഴലിക്കാറ്റ് പോലെ കറങ്ങുകയായിരുന്നു. കയ്യിലിരുന്ന രസീദിന് കടലാസിൻ്റെ ഭാരമായിരുന്നില്ല. അവൻ്റെ നെഞ്ചിലൊരു കല്ലുപോലെ അത് ഭാരം തൂങ്ങി. അവന് കൂടുതൽ അറിയണമായിരുന്നു. ഈ പണത്തിൻ്റെ ഉറവിടം അവനെ ഭയപ്പെടുത്തി. അവൻ്റെ കണ്ണുകൾ അച്ഛൻ്റെ കട്ടിലിനടിയിൽ പൊടിപിടിച്ചിരുന്ന ആ പഴയ ഇരുമ്പു പെട്ടിയിൽ പതിഞ്ഞു. തുരുമ്പിച്ച ചുവന്ന പെട്ടി. അമ്മയുടെ ഓർമ്മകളടങ്ങിയ പെട്ടി. ചെറുപ്പം മുതൽ അവനത് തുറക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അതൊന്നും തുറക്കണ്ട മോനെ, അമ്മയുടെ സാധനങ്ങളാ എന്ന് പറഞ്ഞ അച്ഛൻ അവനെ സ്നേഹത്തോടെ വിലക്കുമായിരുന്നു. ഇന്ന് ആ വിലക്ക് അവനെ തടഞ്ഞില്ല. വാതിലിനടുത്തുള്ള ആണിയിൽ തൂക്കിയിട്ടിരുന്ന അച്ഛൻ്റെ താക്കോൽ കൂട്ടത്തിൽ നിന്ന് ആ പെട്ടിയുടെ ചെറിയ താക്കോൽ അവൻ തിരഞ്ഞെടുത്തു. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താക്കോൽ തിരിച്ച് അവൻ ആ പെട്ടി തുറന്നു. പാട്ടഗുളികയുടെയും പഴമയുടെയും ഗന്ധം മുറിയിൽ പരന്നു. മുകളിൽ അമ്മയുടെ മങ്ങിയ ചുവന്ന പട്ടുസാരി. അവനതിൽ തൊട്ടപ്പോൾ അത് പൊടിയുന്നതുപോലെ തോന്നി. അതിനടിയിലായി അവൻ്റെ കുറച്ച് കുഞ്ഞുടുപ്പുകൾ, മാലതിയുടെ കേതാനും ഫോട്ടോകൾ. അതിനെല്ലാം അടിയിലായി ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ ഒരു ചെറിയ കറുത്ത ഡയറി. അവനതെടുത്തു. അത് തുറന്നപ്പോൾ അവൻ്റെ നെഞ്ച് ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. ഡയറിയുടെ മിക്ക പേജുകളിലും അച്ഛൻ്റെ പതിവ് കണക്കുകളായിരുന്നു. പാൽ 20 രൂപ, അരി 500 രൂപ, ആകാശ് 10 രൂപ. അവൻ പേജുകൾ വേഗത്തിൽ മറിച്ചു നോക്കി. അവസാന പേജുകളിലേക്ക് എത്താറായപ്പോൾ അവൻ്റെ കണ്ണുകൾ അതിരുടക്കി. കഴിഞ്ഞ മാസത്തെ കണക്കുകൾ. അവൻ്റെ കോച്ചിംഗ് ഫീസിൻ്റെ കാര്യം ചർച്ച ചെയ്ത ആ ദിവസത്തെ കുറിപ്പുകൾ. കണക്ക്. ആകാശിൻ്റെ കോച്ചിംഗ് ഫീസ് 50,000 രൂപ. അതിനു താഴെ പല ചെറിയ കണക്കുകൾ വെട്ടിയും തിരുത്തിയും എഴുതിയിരിക്കുന്നു. അടുത്ത പേജിൽ വ്യക്തമായ കൈപ്പടയിൽ എഴുതിയിരിക്കുന്നു, മാലതിയുടെ മാല പണയം 30,000 രൂപ കിട്ടി. ആകാശിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. അമ്മയുടെ അവസാനത്തെ ഓർമ്മ, കഴുത്തിൽ എപ്പോഴും കിടന്നിരുന്ന ആ നേർത്ത സ്വർണമാല. അത് വിൽക്കരുതെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. അവൻ വിറയലോടെ തുടർന്നു വായിച്ചു. ഇനിയും വേണം 20,000. അതിന് താഴെ വീണ്ടും ചെറിയ കണക്കുകൾ. പലചരക്ക് കടക്കാരൻ ഗോപി 2,000, ചന്ദ്രൻ 1,000, പലരിൽ നിന്നും വാങ്ങിയ ചെറിയ കടങ്ങൾ. എന്നിട്ടും 20,000 തികഞ്ഞിരുന്നില്ല. അവൻ പേജ് മറിച്ചു. 2 ദിവസത്തിനു ശേഷമുള്ള തീയതി. പുതിയ ജോലി. രാത്രി മാത്രം. ബസ് സ്റ്റാൻഡ് ടോയ്ലറ്റ് ക്ലീനിംഗ്. രാത്രി 8 മണി മുതൽ 12 മണി വരെ. അഡ്വാൻസ് വാങ്ങി 15,000. ബാക്കി ഒപ്പിക്കാം. ആകാശിൻ്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. ലോകം അവന് ചുറ്റും കറങ്ങുന്നതുപോലെ തോന്നി. അച്ഛൻ്റെ ദൂരത്തെ ബന്ധു, ഫിനോയിലിൻ്റെ ഗന്ധം, കൂട്ടുകാരുടെ പരിഹാസം എല്ലാം ഒരുമിച്ച് അവൻ്റെ തലച്ചോറിൽ വന്നിടിച്ചു. അവൻ ഡയറിയുടെ അവസാന പേജിലേക്ക് വിരലോടിച്ചു. ഇന്നലെ രാത്രിയിലെ തീയതി. അവൻ അച്ഛനോട് പൊട്ടിത്തെറിച്ച ആ നാട്ടിൽ വിറയലുള്ള കൈപ്പടയിൽ അച്ഛൻ കുറിച്ചിരുന്നോ, മാലതി, എന്നോട് പൊറുക്കണം. മോനോട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അവൻ എന്നെ ഓർത്ത് നാണക്കേടാണെന്ന്. സാരമില്ല, അവൻ വലിയ സാറാകണം. നമ്മുടെ മോൻ തലയോർത്തി നടക്കണം. അതിനീ വേണു ഏത് അഴുക്ക് ചവിട്ടാനും തയ്യാറാണ്. നീ മുകളിലിരുന്ന് കണ്ടോ. ആകാശിൻ്റെ കയ്യിൽ നിന്ന് ഡയറി താഴെ വീണു. അവൻ്റെ തൊണ്ടയിൽ നിന്നൊരു കരച്ചിൽ പുറത്തു വന്നു. അതൊരലർച്ചയായിരുന്നു. ഇന്നലെ അവൻ അനുഭവിച്ച അപമാനം ഒന്നുമല്ലായിരുന്നു എന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. അതിനേക്കാളും എത്രയോ വലിയ കുറ്റബോധം ഒരു മല പോലെ അവൻ്റെ നെഞ്ചിലേക്ക് ഇടിഞ്ഞു വീണു. അവൻ അമ്മയുടെ ഫോട്ടോയും ആ ഡയറിയും നെഞ്ചോട് ചേർത്ത് ആ തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു.
ആ ചെറിയ നിശബ്ദമായ മുറിയിൽ ഒരു മകന്റെ പ്രായശ്ചിത്തം തുടങ്ങുകയായിരുന്നു. ഡയറി നെഞ്ചോട് ചേർത്ത് ആകാശ് എത്ര നേരം ആ തറയിലിരുന്നു എന്ന് അവന് പോലും അറിയില്ല. പുറത്തു വെളിച്ചം മങ്ങിത്തുടങ്ങിയിരുന്നു. അവന്റെ കണ്ണുനേർ വെറ്റി, പക്ഷെ ഉള്ളിലെ തീ അണഞ്ഞിരുന്നില്ല. അത് കുറ്റബോധമായി അവന്റെ നെഞ്ചിനെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വായിച്ചതൊന്നും സത്യമാവരുതെന്ന് അവൻ പ്രാർത്ഥിച്ചു. പക്ഷെ അവന്റെ കയ്യിലിരുന്ന രസീതും ആ ഡയറിയിലെ അക്ഷരങ്ങളും അവന്റെ ഓർമ്മയിലെ ഫിനോയിലിന്റെ ഗന്ധവും ഒരേ സത്യം ആവർത്തിച്ചു. അവനത് കാണണമായിരുന്നു. ആ സത്യത്തെ നേരിട്ട് കണ്ടാൽ മാത്രമേ ഈ കുറ്റബോധത്തിൽ നിന്നൊരു മോചനമുണ്ടാകൂ എന്നവന് തോന്നി. അല്ലെങ്കിൽ അതൊരു ഭ്രാന്തൻ സ്വപ്നമായി അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. സമയം 7:30 കഴിഞ്ഞു. അടുക്കളയിൽ പാത്രങ്ങൾ അനങ്ങുന്ന ശബ്ദം. അച്ഛൻ വന്നിരിക്കുന്നു. ആകാശ് വേഗം കണ്ണും മുഖവും തുടച്ച് ഡയറിയും ഫോട്ടോയും പെട്ടിയിൽ തിരികെ വെച്ച് പൂട്ടി. രസീത് അവന്റെ പോക്കറ്റിലിട്ടു. അവൻ മുറിക്കു പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ അടുക്കളയിൽ നിന്ന് അവനുള്ള ഭക്ഷണം മേശപ്പുറത്ത് വയ്ക്കുകയായിരുന്നു. മോനെ, വാ കഴിക്കാം. ആകാശൻ അച്ഛന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അവനൊന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് പോയി. മോനെ, എനിക്കൊരു സുഹൃത്തിനെ കാണാൻ പോകാനുണ്ട്, ഞാനിപ്പോൾ വരാം എന്ന് 8 മണിക്ക് അച്ഛന്റെ ശബ്ദം വാതിലിന് പുറത്തു കേട്ടു. നീ വാതിലടച്ചോ, ഞാൻ വന്നിട്ട് മുട്ടാം. ഞാനൊന്ന് നടന്നിട്ട് വരാം എന്ന പതിവ് പല്ലവി. ഇന്നലെ വരെ അത് അവനിൽ ഒരു ചലനവും ഉണ്ടാക്കിയിരുന്നില്ല. ഇന്ന് ആ വാചകം ഒരു കൂർത്ത ഈട്ടി പോലെ അവന്റെ നെഞ്ചിൽ തറച്ചു. അച്ഛൻ പോകുന്നതുവരെ അവൻ കാത്തു. ഗേറ്റ് അടയുന്ന ശബ്ദം കേട്ടതും അവൻ പുറത്തേക്കിറങ്ങി. അച്ഛൻ നടന്നുപോകുന്നതിന്റെ പിന്നാലെ നിഴലിൽ മറഞ്ഞ് അവനും നടന്നു. നഗരത്തിലെ തിരക്ക്, ബസ് സ്റ്റാൻഡിലെ ബഹളം. ആകാശ് ദൂരെ നിന്ന് അച്ഛനെ പിന്തുടർന്നു. വേണു നേരെ നടന്നത് ആ പൊതു ശൗചാലയത്തിലേക്കായിരുന്നു. വാതിലിൽ തൂക്കിയിട്ടിരുന്ന ക്ലീനിംഗ് ബോർഡ് മാറ്റി അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. ആകാശ് സ്തംഭിച്ചു നിന്നു. അവന്റെ കാലുകൾ നിലത്ത് തറച്ചുപോയതുപോലെ. അവൻ കണ്ട സ്വപ്നങ്ങളെല്ലാം സത്യമായിരുന്നു. അവൻ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. ആളുകൾ അവനെ ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അവൻ പതുക്കെ ആ ശൗചാലയത്തിനടുത്തുള്ള ഒരു ചായക്കടയുടെ മറവിലേക്ക് നീങ്ങി നിന്നു. അവിടെ നിന്നാൽ അകത്തേക്ക് പോകുന്നവരെ കാണാം. കുടിയന്മാരും യാത്രക്കാരും അകത്തേക്ക് പോകുന്നു. തിടുക്കത്തിൽ പുറത്തേക്ക് വരുന്നു. ഓരോ നിമിഷവും ആകാശിന്റെ നെഞ്ചിൽ ഭയം നിറഞ്ഞു. അപ്പോഴാണത് സംഭവിച്ചത്. ചുവന്ന ഷർട്ടിട്ട നന്നായി മദ്യപിച്ച ഒരാൾ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. അയാൾ വേച്ചു പോകുന്നുണ്ടായിരുന്നു. എന്താടി നാറ്റമിത്, വൃത്തിയാക്കാൻ വെച്ചിരിക്കുന്നവനെ! ഹാഷ്ടാഗ്. അയാൾ അസഭ്യം വിളിച്ചു പറഞ്ഞു. പിന്നാലെ ബക്കറ്റും ബ്രഷുമായി വേണു പുറത്തേക്ക് വന്നു. ക്ഷമിക്കണം സാറേ. വേഗം വൃത്തിയാക്കടാ. അയാൾ വേണുവിനെ തള്ളി മാറ്റി. വേണു നിലത്ത് വീഴാൻ പോയി. ബക്കറ്റിലെ അഴുക്കുവെള്ളം അദ്ദേഹത്തിന്റെ കാലിലേക്ക് മറിഞ്ഞു. ആകാശ് കണ്ടു നിൽക്കുകയായിരുന്നു. അവന്റെ രക്തം തിളച്ചു. അവൻ അങ്ങോട്ട് ഓടാൻ ആഞ്ഞതാണ്. പക്ഷെ അവന്റെ കാലുകൾ മരവിച്ചു പോയിരുന്നു. വേണു ഒന്നും മിണ്ടാതെ മുണ്ടൊതുക്കി കുത്തി ബക്കറ്റുമായി വീണ്ടും അകത്തേക്ക് പോയി. ആകാശ് പതുക്കെ വാതിലിനടുത്തേക്ക് നീങ്ങി നിന്നു. അകത്തുനിന്നുള്ള രൂക്ഷഗന്ധം അവന്റെ മൂക്കിലേക്കടിച്ചു. അവൻ വാതിലിന്റെ വിടവിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ മുട്ടുകുത്തിയിരുന്ന് മദ്യപാനികൾ ഛർദ്ദിച്ചഴുക്കാക്കിയ തറ തന്റെ അച്ഛൻ വെറും കൈകൊണ്ട് വൃത്തിയാക്കുകയായിരുന്നു. ശരി സാറേ, ഇപ്പം ശരിയാക്കാം, ആരോടോ അദ്ദേഹം ദയനീയമായി പറയുന്നുണ്ടായിരുന്നു. ആ കാഴ്ച ആകാശിനെ തകർത്തു. അവന്റെ അച്ഛൻ, അവന്റെ ഹീറോ, അവനു വേണ്ടി മാത്രം. അവൻ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ വാ പൊത്തിപ്പിടിച്ച് തിരിഞ്ഞോടി. ബസ് സ്റ്റാൻഡിലെ ബഹളങ്ങൾക്കിടയിലൂടെ ആളുകളെ തട്ടിമാറ്റി അവൻ ഓടി. കണ്ണുനീർ അവന്റെ കാഴ്ച മറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ വീട്ടിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. മുറിയിലെ തറയിൽ വീണവൻ അലറിപ്പൊട്ടി. അച്ഛൻ സഹിച്ച അപമാനത്തിന്റെ ഭാരം അവൻ അനുഭവിച്ച അപമാനത്തേക്കാൾ എത്രയോ വലുതായിരുന്നു എന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. അവൻ കാത്തിരുന്നു. ആ അഴുക്കുപുരണ്ട കാലടികൾ വീണ്ടും വരാനായി. ആകാശ് ഉറങ്ങിയില്ല. മുറിയിലെ ഇരുട്ടിൽ തറയിൽ ചടഞ്ഞിരുന്നവൻ കാത്തിരുന്നു. ഓരോ വാഹനത്തിന്റെ ശബ്ദവും തന്റെ അച്ഛന്റെ വരവാണെന്നവൻ തെറ്റിദ്ധരിച്ചു. സമയം ഇഴഞ്ഞു നീങ്ങി. 12 മണി, 1 മണി, 2 മണി. അവന്റെ ഉള്ളിൽ കുറ്റബോധം ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛന്റെ ആ നിൽപ്പ്, നിലത്ത് വീഴാൻ പോയ ആ നിമിഷം, അഴുക്കുവെള്ളം വീണ് നനഞ്ഞ ആ മുണ്ട്, ഓരോന്നും അവന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. പുലർച്ചെ 4 മണി കഴിഞ്ഞിരിക്കണം. ഗേറ്റ് തുറക്കുന്ന നേർത്ത ശബ്ദം. പിന്നെ ഭയത്തോടെയുള്ള കാലൊച്ച. ആരെയും ഉണർത്താതിരിക്കാൻ കള്ളനെപ്പോലെ പതുങ്ങിവരുന്ന അച്ഛൻ. വീട്ടിന്റെ മുൻവാതിൽ ശബ്ദമുണ്ടാക്കാതെ അടയുന്നതവൻ അറിഞ്ഞു. ആകാശ് തന്റെ മുറിയുടെ വാതിൽ തുറന്നു. അകത്തെ ഇരുട്ടിൽ വാതിലിന് മറവിൽ അച്ഛനൊരു നിഴലുപോലെ നിന്നിരുന്നു. മകനെ കണ്ടതും അദ്ദേഹം ഞെട്ടി. മോനെ, ആ ശബ്ദമൊരു ഞരക്കം പോലെ പുറത്തു വന്നു. നീ ഉറങ്ങിയില്ലേ? ആകാശ് ഒന്നും പറഞ്ഞില്ല.
മുറിയിലെ ട്യൂബ് ലൈറ്റിന്റെ നേരിയ വെളിച്ചത്തിൽ അവൻ അച്ഛനെ നോക്കി. ആ മുഷിഞ്ഞ യൂണിഫോം, അതിൽ പറ്റിപ്പിടിച്ച അഴുക്ക്, രൂക്ഷമായ ഫിനോയിലിന്റെയും മദ്യത്തിന്റെയും ഛർദിലിന്റെയും കലർന്ന ഗന്ധം ആ ചെറിയ വീട്ടിലെ നിറഞ്ഞു. അച്ഛൻ ആ ഗന്ധം അവനിലേക്ക് എത്താതിരിക്കാൻ എന്നവണ്ണം ചുമരിനോട് കൂടുതൽ ഒതുങ്ങി നിന്നു. ഞാൻ കുളിച്ചിട്ട് വരാം. ആകാശ് അച്ഛനെ തന്നെ നോക്കി നിന്നു. പിന്നെ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് നടന്നു. മോനെ, എന്താ? വേണുവിനൊന്നും മനസ്സിലായില്ല. ആകാശ് തിരികെ വന്നു. അവന്റെ കയ്യിൽ ഒരു ബക്കറ്റിൽ ചൂടുവെള്ളവും ഒരു കഷ്ണം സോപ്പും ഒരു പഴയ തോർത്തും ഉണ്ടായിരുന്നു. വേണുവിന്റെ കണ്ണുകൾ സംശയത്തോടെ വിടർന്നു. ആകാശ് ആ ബക്കറ്റ് നിലത്ത് മുറിയിലെ ഒരേ ഒരു പ്ലാസ്റ്റിക് കസേരയ്ക്ക് മുന്നിൽ വെച്ചു. അവൻ അച്ഛന്റെ കാൽക്കൽ ആ അഴുക്കുപുരണ്ട തറയിൽ മുട്ടുകുത്തിയിരുന്നു. അവൻ അച്ഛന്റെ കാലുകളിലേക്ക് നോക്കി. വിണ്ടുകീറിയ ഉപ്പൂറ്റുകൾ, ചെളിപുരണ്ട നഖങ്ങൾ. അവൻ ആ കാലുകൾ എടുത്ത് ബക്കറ്റിലെ ചൂടുവെള്ളത്തിലേക്ക് വെച്ചു. വേണ്ട മോനെ. വേണു കാലുകൾ വലിക്കാൻ നോക്കി. വേണ്ട, അഴുക്കാണ് എന്റെ കാല്. മിണ്ടരുത്. ആകാശ് അലറി. അവൻ ആ കാലുകളിൽ മുറുകെ പിടിച്ചു. അവൻ സോപ്പെടുത്ത് അച്ഛന്റെ കാലുകളിൽ പതപ്പിച്ചു. അവൻ തന്റെ കൈകൊണ്ട് അച്ഛന്റെ കാലിലെ അഴുക്ക് ഉരച്ചു കഴുകി. ഓരോ നഖത്തിന്റെ ഇടയും അവൻ വൃത്തിയാക്കി. അവന്റെ കണ്ണുനീർ നിർത്താതെ ഒഴുകി. അതാ അഴുക്കുവെള്ളത്തിലേക്ക് വീണുകൊണ്ടിരുന്നു. അവൻ അച്ഛന്റെ കാലുകൾ കഴുകുകയായിരുന്നില്ല, സ്വന്തം പാപങ്ങൾ കഴുകുകയായിരുന്നു. സ്വന്തം അഹങ്കാരത്തെ, കള്ളങ്ങളെ, അവമാനത്തെ അവൻ ആ സോപ്പ് പതയിൽ അലിയിച്ചില്ലാതാക്കുകയായിരുന്നു. വേണു കസേരയിൽ മരവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ വിറച്ചു. മകന്റെ കണ്ണുനീർ വീണു പൊള്ളിയ കാൽപാദങ്ങളിലൂടെ ആ അച്ഛൻ സത്യം തിരിച്ചറിഞ്ഞു. തന്റെ മോൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. ആകാശ് തോർത്തെടുത്ത് അച്ഛന്റെ കാലുകൾ തുടച്ചു. അവൻ ആ പാദങ്ങളിൽ മുഖമമർത്തി. ഇനി അച്ഛൻ ഈ ജോലിക്ക് പോകണ്ട. അവന്റെ ശബ്ദം നേർത്തിരുന്നു. പക്ഷെ മോനെ, നിന്റെ ഫീസ്? വേണുവിന്റെ ശബ്ദം ഇടറി. ഞാൻ നോക്കിക്കോളാം. പഠിപ്പ് നിർത്തിയാലോ? ആ അച്ഛൻ ഭയത്തോടെ ചോദിച്ചു. ആകാശ് തലയുയർത്തി. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. പക്ഷേ അതിലൊരു പുതിയ ദൃഢനിശ്ചയമുണ്ടായിരുന്നു. ഇല്ല, പഠിപ്പ് നിർത്തില്ല. പക്ഷേ ഈ അഴുക്കിനി വേണ്ടച്ചാ, എന്നെക്കൊണ്ട് താങ്ങില്ല. അവൻ എഴുന്നേറ്റ് ആ കസേരയിൽ തളർന്നിരിക്കുന്ന അച്ഛനെ കെട്ടിപ്പിടിച്ചു. ആ മുഷിഞ്ഞ യൂണിഫോമിലെ ദുർഗന്ധം അവനിപ്പോൾ അസഹ്യമായി തോന്നിയില്ല. അത് തന്റെ അച്ഛന്റെ വിയർപ്പിന്റെ മണമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ പുലർകാല ഇരുട്ടിൽ അച്ഛനും മകനും പരസ്പരം കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. അന്ന് രാവിലെ ഉണർന്നത് പുതിയൊരാകാശായിരുന്നു. രാത്രിയിലെ കരച്ചിൽ അവന്റെ ഉള്ളിലെ ഭാരത്തെ മുഴുവൻ കഴുകിക്കളഞ്ഞിരുന്നു. അച്ഛൻ അപ്പോഴും ഉറങ്ങുകയായിരുന്നു. മാസങ്ങൾക്കു ശേഷം ആദ്യമായി കിട്ടിയ ഒരു സുഖനിദ്ര. ആ മുഖത്ത് ശാന്തത നോക്കി ആകാശ് നിന്നു. അവൻ വേഗം കുളിച്ച് തയ്യാറായി. അച്ഛനു വേണ്ടി കട്ടൻ ചായ ഉണ്ടാക്കി മേശപ്പുറത്ത് മൂടിവെച്ചു. അവൻ ആദ്യം പോയത് കോച്ചിംഗ് സെന്ററിലേക്കായിരുന്നു. ഇന്നലെ അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്ന അഡ്വാൻസ് പണത്തിന്റെ ബാക്കി 15,000 രൂപ അവന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. മാഡം, എനിക്ക് ഡയറക്ടറെ കാണണം, അവൻ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു. അവന്റെ പെരുമാറ്റത്തിലെ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തി. ഡയറക്ടറുടെ മുറിയിൽ ആകാശ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എല്ലാമല്ല, പക്ഷേ പറയേണ്ടത് മാത്രം. സർ, എനിക്ക് ഫീസിന്റെ ബാക്കി 5,000 രൂപ കൂടി അടയ്ക്കാനുണ്ട്. പക്ഷെ എന്റെ കയ്യിലില്ല. വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം അച്ഛനിപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അതിന് ഞാനെന്ത് വേണം? ഡയറക്ടർ താൽപ്പര്യമില്ലാതെ ചോദിച്ചു. എനിക്കൊരു ജോലി വേണം, ഇവിടെ എന്തെങ്കിലും. ഈ 5,000 രൂപയ്ക്ക് പകരമായി ഞാൻ ജോലി ചെയ്യാം. എനിക്ക് അടുത്ത മോക്ക് എക്സാം എഴുതണം. ഡയറക്ടർ അവന്റെ ഫയലിലേക്ക് നോക്കി. കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം ഉയർന്ന മാർക്ക്. നമ്മുടെ ലൈബ്രറിയിൽ വൈകുന്നേരം 6 മുതൽ 9 വരെ ഒരാളെ വേണം. പുസ്തകങ്ങൾ അടുക്കി വെക്കാൻ, രജിസ്റ്റർ നോക്കാൻ, പിന്നെ 9 മണിക്ക് ലൈബ്രറി അടയ്ക്കുമ്പോൾ തറയൊന്ന് മോപ്പ് ചെയ്യാനും. ഡയറക്ടർ അവനെ കളിയാക്കുകയാണോ എന്ന് സംശയിച്ചു. പക്ഷേ ആകാശിന്റെ മുഖത്തൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. ഞാൻ ചെയ്യാം സർ. ഡയറക്ടർ അത്ഭുതത്തോടെ അവനെ നോക്കി. ഓക്കെ, നാളെ മുതൽ തുടങ്ങിക്കോ. ഫീസിന്റെ കാര്യം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സർ, ഈ 15,000 രൂപ വെച്ചോളൂ. ബാക്കി ഞാൻ ജോലി ചെയ്തു തീർക്കാം. അവൻ പണം മേശപ്പുറത്ത് വെച്ചു. അവിടെ നിന്നിറങ്ങിയപ്പോൾ അവന്റെ തല ഉയർന്നിരുന്നു. അവൻ കോളേജിലേക്കാണ് പോയത്. ഗേറ്റിന് മുന്നിൽ രാഹുലും സംഘവും പതിവ് പോലെ ബൈക്കുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. ഹലോ ഹീറോ, എങ്ങോട്ടാ? രാഹുൽ സിഗരറ്റ് പുക ഊതിക്കൊണ്ട് ചോദിച്ചു. ആകാശ് അവരെ നോക്കി ഒന്ന് നിന്നു. പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു. എന്താടാ, എനിക്കിപ്പോൾ വലിയ ജാടയാണല്ലോ. ഞങ്ങളെയൊന്നും വേണ്ടേ? രോഹൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ആകാശ് തിരിഞ്ഞു നിന്നു. അവരുടെ മുഖത്തേക്ക് ശാന്തമായി നോക്കി. വേണ്ട. അവർ സ്തംഭിച്ചുപോയി. ആകാശ് നടന്നത് ഗേറ്റിനരികിൽ സൈക്കിൾ പാർക്ക് ചെയ്യുകയായിരുന്ന സത്യന്റെ അടുത്തേക്കാണ്. സത്യൻ, ക്ലാസ് കഴിഞ്ഞിട്ട് ലൈബ്രറിയിൽ പോകാം. എനിക്ക് കുറച്ച് നോട്ട്സ് കിട്ടാനുണ്ട്. സത്യൻ അത്ഭുതത്തോടെ അവനെ നോക്കി. പിന്നെ ആത്മാർത്ഥമായി പുഞ്ചിരിച്ചു. തീർച്ചയായും, വാ. അന്ന് ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ വച്ച് രാഹുൽ അവനെ വീണ്ടും തടഞ്ഞു. നീ ഇപ്പോഴാ ഓട്ടോക്കാരന്റെ മോന്റെ കൂടെയാണല്ലോ നടപ്പ്. നിന്റെ ക്ലാസ്സൊക്കെ പോയല്ലോ. ആകാശ് അവനെ തുറിച്ചു നോക്കി. അതെ, എനിക്കെന്റെ ക്ലാസ് ഇപ്പോഴാ തിരികെ കിട്ടിയത്.
അവന്റെ മറുപടിയിൽ തറച്ചുപോയ രാഹുലിനെ പിന്നിലാക്കി ആകാശ് സത്യനൊപ്പം നടന്നു. അന്ന് വൈകുന്നേരം 6 മണിക്ക് അവൻ കോച്ചിംഗ് സെന്ററിലെ ലൈബ്രറിയിലെത്തി. പുസ്തകങ്ങൾക്ക് നടുവിൽ പുതിയൊരു ജീവിതം തുടങ്ങുകയായിരുന്നു. രാത്രി 9 മണിക്ക് ലൈബ്രറി അടച്ച ശേഷം അവൻ തന്നെ മോപ്പും ബക്കറ്റും എടുത്ത് തറ വൃത്തിയാക്കി. അവന്റെ കൈകൾ വിറച്ചില്ല, മനസ്സ് പതറിയില്ല. ഓരോ തുള്ളി അഴുക്കുവെള്ളം തുടച്ചു നീക്കുമ്പോഴും തന്റെ അച്ഛനു വേണ്ടിയാണ് താനിത് ചെയ്യുന്നതെന്ന് അവൻ അഭിമാനത്തോടെ ഓർത്തുകൊണ്ടിരുന്നു. ആകാശിന്റെ ജീവിതം പുതിയൊരു താളത്തിലേക്കു മാറി. കോളേജ്, പിന്നെ നേരെ കോച്ചിംഗ് സെന്ററിലെ ലൈബ്രറി. രാത്രി 10 മണിക്ക് വീട്ടിലെത്തുമ്പോൾ അച്ഛൻ കാത്തിരിക്കുമായിരുന്നു. അച്ഛനിപ്പോൾ പകൽ സമയത്ത് ചെറിയ കൂലിപ്പണികൾക്ക് പോകാൻ തുടങ്ങിയിരുന്നു. രാത്രിയിലെ ആ അഴുക്കുപുരണ്ട ജോലി നിർത്തിയപ്പോൾ ആ മനുഷ്യന്റെ മുഖം തെളിഞ്ഞതായി ആകാശിന് തോന്നി. അവർ ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിച്ചു, കുറേ നേരം സംസാരിച്ചു. വർഷങ്ങൾക്കുശേഷം അച്ഛനും മകനും ഇത്രയധികം സംസാരിക്കുന്നത് ആദ്യമായായിരുന്നു. കോച്ചിംഗ് സെന്ററിലെ ലൈബ്രറിയിൽ വെച്ചാണ് അവൻ അഞ്ജലിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ക്ലാസ്സിലെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു അവൾ. ശാന്തമായ പ്രകൃതം, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കും. പക്ഷേ കണ്ണുകളിലൊരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ സംഭാഷണം ഒരു പുസ്തകത്തെ ചൊല്ലിയായിരുന്നു. ലൈബ്രറി അടയ്ക്കാൻ നേരത്തെ എല്ലാവരും പോയപ്പോൾ അവൾ മാത്രം ഒരു പുസ്തകത്തിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നത് അവൻ കണ്ടു. മാഡം, സമയം 9 മണിയായി, ലൈബ്രറി അടയ്ക്കുകയാണ്. അവൾ തല ഉയർത്തി നോക്കി. സോറി, ഞാൻ ഈ ടോപ്പിക് തീർക്കുകയായിരുന്നു. അവൾ പുസ്തകം തിരിക്കുവയ്ക്കാൻ ഷെൽഫിലേക്ക് നടന്നു. എക്കണോമിക്സ് ഓപ്ഷണലാണോ? അവൻ പുസ്തകത്തിന്റെ പുറംചട്ട നോക്കി ചോദിച്ചു. അതെ, ആകാശ്, അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. നിങ്ങൾ ക്ലാസ്സിൽ ടോപ്പാണല്ലോ. എന്നിട്ട് അവൾ അവന്റെ കയ്യിലെ മോപ്പിലേക്ക് നോക്കി. അവനൊന്ന് പതറി. പഴയ ആകാശായിരുന്നെങ്കിൽ അവിടെ നാണം കെട്ട് നിന്നുപോയേനെ. പക്ഷെ ഇത് പുതിയ ആകാശായിരുന്നു. അവൻ പുഞ്ചിരിച്ചു. അതെ, ക്ലാസ്സിൽ ടോപ്പാണ്. ക്ലാസ് കഴിഞ്ഞ ലൈബ്രറി അസിസ്റ്റന്റുമാണ്. അവളുടെ മുഖത്ത് പുച്ഛമോ സഹതാപമോ അല്ല വിടർന്നത്, മറിച്ചൊരു തരം ബഹുമാനമായിരുന്നു. നല്ലത്, അവൾ മാത്രം പറഞ്ഞു. നാളെ കാണാം. അവർ പതുക്കെ സൗഹൃദത്തിലായി. ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങി. സങ്കീർണമായ വിഷയങ്ങൾ അവർ പരസ്പരം ചർച്ച ചെയ്തു. ആകാശന്റെ അറിവിന്റെ ആഴം അവളെ അത്ഭുതപ്പെടുത്തി. അവന്റെ നിശ്ചയദാർഢ്യം അവൾ ബഹുമാനിച്ചു. ഒരു ദിവസം രാത്രി ലൈബ്രറി അടച്ച ശേഷം അവൻ തറ തുടയ്ക്കുന്നത് അവൾ ജനലിലൂടെ കണ്ടു. അവൾ അവനെയും കാത്തു പുറത്തുനിന്നു. അവൻ ഇറങ്ങി വന്നപ്പോൾ അവൾ കയ്യിലിരുന്ന ചെറിയ ഫ്ലാസ്ക് അവന് നേരെ നീട്ടി. ചൂട് ചായ, അമ്മയുണ്ടാക്കിയതാ. അവനത് വാങ്ങി ഒരു കവിളി കുടിച്ചു. അതിന് അവന്റെ അമ്മയുണ്ടാക്കുമായിരുന്ന ചായയുടെ രുചിയായിരുന്നു. എന്തിനാ ആകാശ് ഇത്ര കഷ്ടപ്പെടുന്നത്? അവൾ പതുക്കെ ചോദിച്ചു. അവനൊരു നിമിഷം അവളെ നോക്കി, പിന്നെ ആകാശത്തേക്ക് നോക്കി. എനിക്കൊരു വാശിയുണ്ട്, എന്നോട് തന്നെയല്ല, എന്റെ അച്ഛനോട്. അവൻ ആദ്യമായി മറ്റൊരാളോട് തന്റെ കഥ പറഞ്ഞു. പക്ഷെ അപമാനത്തിന്റെ കഥയല്ല, അതിജീവനത്തിന്റെ കഥ. എന്റെ അച്ഛനൊരു ശുചീകരണ തൊഴിലാളിയാണ്. എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ജോലി ചെയ്തത്. ഞാനത് അറിയാൻ വൈകിപ്പോയി. അവന്റെ ശബ്ദമിടറി. അവൻ പ്രതീക്ഷിച്ചത് സഹതാപമായിരുന്നു. പക്ഷേ അഞ്ജലി അവനെ നോക്കി പുഞ്ചിരിച്ചു. യു മസ്റ്റ് ബി വെരി പ്രൗഡ് ഓഫ് ഹിം. ആ വാക്കുകൾ, അതിലൊരു സഹതാപവും ഉണ്ടായിരുന്നില്ല. ആകാശിന്റെ നെഞ്ചിൽ എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നി. തന്നെയും തന്റെ സാഹചര്യങ്ങളെയും മനസ്സിലാക്കുന്ന ഒരാൾ അവൻ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. പ്രിലിംസ് പരീക്ഷ എടുത്തിരുന്നു. ആകാശിന്റെയും അഞ്ജലിയുടെയും പഠനം അതികഠിനമായി മുന്നോട്ടുപോയി. പക്ഷെ കോച്ചിംഗ് സെന്ററിൽ അന്തരീക്ഷം അത്ര സുഖകരമായിരുന്നില്ല. അതിന് കാരണം സിദ്ധാർത്ഥായിരുന്നു. സിദ്ധാർത്ഥ് പണത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായിരുന്നു. അവന്റെ അച്ഛനൊരു ഉയർന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു. അവൻ ഈ കോച്ചിംഗ് വെറുമൊരു ചടങ്ങ് മാത്രമായിരുന്നു. പക്ഷെ അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. അത് ആകാശിനെ ചൊടിപ്പിച്ചു. സിദ്ധാർത്ഥന് അഞ്ജലിയോടൊരു പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്നു. എന്നാൽ അഞ്ജലി ആകാശിനോടടുക്കുന്നത് അവനിൽ അസൂയ നിറച്ചു. അവൻ ആകാശിനെ പരിഹസിക്കാൻ തക്കം പാർത്തിരുന്നു. ലൈബ്രറി അസിസ്റ്റന്റ് എന്നായിരുന്നു അവൻ ആകാശിനെ വിളിച്ചിരുന്നത്. ഒരു ദിവസം ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിടെ സംവരണം ഒരു വിഷയമായി വന്നു. യോഗ്യതയാണ് പ്രധാനം, അല്ലാതെ അച്ഛന്റെ ജോലിയോ ജാതിയോ അല്ല. സിദ്ധാർത്ഥ ആകാശിനെ നോക്കി പറഞ്ഞു. ചിലർ സഹതാപം മുതലെടുത്ത് മുന്നോട്ട് വരാൻ നോക്കും, പക്ഷെ സിസ്റ്റം അത്ര ദുർബലമല്ല. സഹതാപമല്ല സിദ്ധാർത്ഥ്, ആകാശ് ശാന്തമായി പറഞ്ഞു. ചിലർക്ക് ജീവിതം കിട്ടുന്നത് വെള്ളിവളകളിലാകും, മറ്റു ചിലർക്ക് അല്ല അഴുക്കുചാലുകളിൽ നിന്ന് നേടിയെടുക്കേണ്ടി വരും. അതിനെയാണ് അതിജീവനമെന്ന് പറയുന്നത്. യോഗ്യത അളക്കാൻ ഒരൊറ്റ സ്കെയിലില്ല. അന്ന് തുടങ്ങിയ വാഗ്വാദം പലപ്പോഴും തുടർന്നു. പക്ഷെ ആകാശ് അതിലൊന്നും തളർന്നില്ല. പ്രധാന സംഭവം നടന്നത് പ്രിലിംസിന് തൊട്ടുമുൻപുള്ളൊരു ദിവസമാണ്. കോച്ചിംഗ് സെന്ററിലെ പുരുഷന്മാരുടെ ടോയ്ലറ്റ് ബ്ലോക്കായി. വെള്ളം പുറത്തേക്കൊഴുകാൻ തുടങ്ങി. ആകെ ദുർഗന്ധം. ക്ലാസുകൾ നടക്കാൻ പറ്റാത്ത അവസ്ഥ. പതിവായി വരുന്ന ക്ലീനിംഗ് സ്റ്റാഫ് എന്ന അവധിയിലായിരുന്നു. ആകെ നാശമായി. ഡയറക്ടർ തലയിൽ കൈവച്ചു. ഇതൊരു വലിയ പ്രശ്നമാണല്ലോ, സിദ്ധാർത്ഥ് ഉറക്കെ പറഞ്ഞു. ഇവിടെ ഇതൊക്കെ നോക്കാൻ ആരുമില്ലേ? ആ, നമ്മുടെ ലൈബ്രറി അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവൻ ഇതൊക്കെ നല്ല ശീലമുണ്ടാകും അല്ലേ ആകാശ്? ക്ലാസ് മുഴുവൻ നിശബ്ദമായി. എല്ലാവരും ആകാശിനെ നോക്കി. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. പഴയ ആകാശ് പുറത്തു വരാൻ വെമ്പി. അഞ്ജലി എഴുന്നേറ്റു. സിദ്ധാർത്ഥ്, മൈൻഡ് യുവർ വേർഡ്സ്.
വേണ്ട അഞ്ജലി, ആകാശ് അവളെ തടഞ്ഞു. അവൻ സിദ്ധാർത്ഥിനെ കുറച്ചുനേരം തുറിച്ചു നോക്കി. പിന്നെ ഒരു വാക്കുപോലും മിണ്ടാതെ ബാഗ് താഴെ വെച്ച് ഷട്ടിന്റെ കൈകൾ മുകളിലേക്ക് തീർത്തു കയറ്റി. അവൻ നേരെ പോയത് സ്റ്റോർ റൂമിലേക്കാണ്. അവിടെ നിന്നൊരു പ്ലഞ്ചറും വലിയ ബക്കറ്റും ബ്ലീച്ചിംഗ് പൗഡറുമായി അവൻ തിരികെ വന്നു. സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കാതെ അവൻ ആ ടോയ്ലറ്റിനുള്ളിലേക്ക് നടന്നു. 15 മിനിറ്റ്. ക്ലാസ്സിൽ ശ്വാസം വിടാൻ പോലും ആരും മടിച്ചു. അരമണിക്കൂറിന് ശേഷം ആകാശ് പുറത്തേക്കിറങ്ങി. അവൻ വിയർത്ത് കുളിച്ചിരുന്നു. അവന്റെ വസ്ത്രങ്ങളിൽ അഴുക്കുവെള്ളത്തിന്റെ പാടുകളുണ്ടായിരുന്നു. പക്ഷെ അവന്റെ തല ഉയർന്നിരുന്നു. അവൻ നേരെ ബാത്റൂമിൽ പോയി കൈയും മുഖവും കഴുകി തിരികെ വന്നു. ബാഗ് എടുത്ത് അഞ്ജലിയെ നോക്കി തലയാട്ടി. ഞാൻ ലൈബ്രറിയിൽ കാണാം. അവൻ പോയ വഴിയെ നോക്കി സിദ്ധാർത്ഥ് തറഞ്ഞു നിന്നു. ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും കണ്ണിൽ ആകാശിനോടുള്ള ബഹുമാനമായിരുന്നു. അഞ്ജലി നിറകണ്ണുകളോടെ പുഞ്ചിരിച്ചു. മീൻ പരീക്ഷയുടെ സമയമായിരുന്നു. ഏറ്റവും നിർണായകമായ ദിവസങ്ങൾ. ആകാശ് നഗരത്തിലെ കോച്ചിംഗ് സെന്ററിനടുത്തുള്ള ഒരു ചെറിയ ലോഡ്ജ് മുറിയിലേക്ക് താമസം മാറിയിരുന്നു. യാത്ര ചെയ്യാനുള്ള സമയം കൂടി പഠനത്തിനായി കണ്ടെത്തണമായിരുന്നു. അതൊരു മുറിയായിരുന്നില്ല, ഒരു ഗുഹയായിരുന്നു. ചെറിയ കട്ടിൽ, ഒരു മേശ, പിന്നെ പുസ്തകങ്ങൾ. ചുമരുകളിൽ ആകെ അവൻ തയ്യാറാക്കിയ നോട്ടുകൾ ഒട്ടിച്ചു വെച്ചിരുന്നു. അവൻ പുറം ലോകം കാണാതെ പഠിക്കുകയായിരുന്നു. ചായയും ബിസ്ക്കറ്റും മാത്രമായിരുന്നു പല നേരത്തെയും ആഹാരം. ഒരു വൈകുന്നേരം പഠനത്തിന്റെ ഏതോ ആഴങ്ങളിൽ മുങ്ങിയിരിക്കുമ്പോൾ വാതിലിൽ ആരോ മുട്ടി. ആരാ? അവൻ വിരക്തിയോടെ വിളിച്ചു ചോദിച്ചു. മോനേ. ആ ശബ്ദം കേട്ട് ആകാശ് ഞെട്ടി. അവൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ വേണു നിൽക്കുന്നു. ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. പക്ഷേ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നു. കയ്യിലൊരു പഴയ ടിഫിൻ കാരിയറുമുണ്ട്. അച്ഛൻ! ആകാശ് അച്ഛനെ മുറിയിലേക്ക് പിടിച്ചുകയറ്റി. അച്ഛൻ ഇവിടെ എന്താ? ഈ മുറി എങ്ങനെ അറിഞ്ഞു? നിന്റെ കൂട്ടുകാരൻ സത്യൻ പറഞ്ഞു തന്നു. വേണു മുറിയിലേക്ക് നോക്കി. പുസ്തകങ്ങൾക്കിടയിലെ ചെറിയ കട്ടിലും നിലത്ത് ചിതറിക്കിടക്കുന്ന കടലാസുകളും. ആ അച്ഛന്റെ കണ്ണ് നിറഞ്ഞു. ഇത്ര ചെറിയ മുറിയിലാണോ എന്റെ മോൻ കിടക്കുന്നത്? ആകാശ് ചിരിച്ചു. ഇതൊരു കൊട്ടാരമാച്ചാ. ഇവിടെ ഇരുന്നാൽ എനിക്ക് ഡിസ്ട്രാക്ഷനില്ല. വേണു കയ്യിലിരുന്ന ടിഫിൻ കാരിയർ തുറന്നു. വാഴയിലയിൽ പൊതിഞ്ഞ പൊതിച്ചോറിന്റെ മണം ആ മുറിയിൽ നിറഞ്ഞു. അമ്മയുണ്ടാക്കിത്തരാറുള്ള അതേ മണം. ചൂടുള്ള ചോറ്, ചമ്മന്തി, ഒരു മുട്ട പൊരിച്ചത്. മോൻ ക്ഷീണിച്ചുപോയി. അച്ഛൻ വരാൻ വൈകി. ആകാശിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ആ വാഴയിലയിൽ നിന്നൊരു ഉരുളയെടുത്ത് അച്ഛന്റെ വായിലേക്ക് വെച്ചുകൊടുത്തു. അച്ഛനും ക്ഷീണിച്ചു. അവരാ തറയിലിരുന്ന് ഒരുമിച്ചാ പൊതിച്ചോർ പങ്കുവച്ചു. വേണു നാട്ടിലെ ചെറിയ വിശേഷങ്ങൾ പറഞ്ഞു. ആകാശ് പരീക്ഷയുടെ കാര്യങ്ങൾ പറഞ്ഞു. മോനെ, പോകാനിറങ്ങുമ്പോൾ അവന്റെ തലയിൽ കൈവച്ചു. ഒന്നും പേടിക്കണ്ട, എന്റെ മോൻ ജയിക്കും, അച്ഛൻ ഉറപ്പുണ്ട്. ആകാശ് അച്ഛന്റെ പരുപരുത്ത കൈകളിൽ മുറുകെ പിടിച്ചു. ആ കൈകളായിരുന്നു അവന്റെ ശക്തി. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകണം. പോണം മോനെ, എല്ലാം ജയിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പോണം. വേണു പോയപ്പോൾ ആ മുറിയിൽ പൊതിച്ചോറിന്റെ മണം തങ്ങി നിന്നിരുന്നു. അതവന് പുതിയൊരു ഊർജം നൽകി. അവൻ വീണ്ടും പുസ്തകത്തിലേക്ക് മടങ്ങി. അധ്യായം 12. ഫലം. ഫലം വരുന്ന ദിവസം ആകാശിന്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസം. അവനും സത്യനും അഞ്ജലിയും നഗരത്തിലെ ഒരു ചെറിയ ഇന്റർനെറ്റ് കഫേയിലിരിക്കുകയായിരുന്നു. വെബ്സൈറ്റ് തുറക്കാൻ കാത്തിരുന്നു. എനിക്ക് പേടിയാവുന്നു ആകാശ്. അഞ്ജലി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഏയ് പേടിക്കണ്ട, നമ്മൾ ജയിക്കും. ആകാശ് അവളെ ആശ്വസിപ്പിച്ചു. പക്ഷെ അവന്റെ സ്വന്തം ഹൃദയം പടപടാ ഇടിക്കുകയായിരുന്നു. സമയം 12 മണി. വെബ്സൈറ്റ് ഓപ്പണായി. ഡാ, ലിസ്റ്റ് വന്നു, സത്യൻ അലറി. PDF ഫയൽ ഡൗൺലോഡാകാനുള്ള ഏതാനും നിമിഷങ്ങൾ യുഗങ്ങൾ പോലെ തോന്നി. ലിസ്റ്റ് തുറന്നു. ആയിരക്കണക്കിന് രജിസ്റ്റർ നമ്പറുകൾ. ആകാശ് തന്റെ നമ്പർ തിരഞ്ഞു. അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. കണ്ടില്ല. അവന്റെ ശബ്ദം താണു. എന്റെ നമ്പറില്ല. ഒന്നുകൂടി നോക്ക്. അഞ്ജലിയുടെ ശബ്ദം വിറച്ചു. ഡാ ആകാശ്, നിന്റെ നമ്പർ പറ. സത്യൻ സ്ക്രീനിലേക്ക് നോക്കി പറഞ്ഞു. ആകാശ് നമ്പർ പറഞ്ഞു. ഇതല്ലേ അത്? സത്യൻ സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടി. അഞ്ജലി അത് ഉറക്കെ വായിച്ചു. 42. ആകാശ് വി. ആകാശ്, യു ഡിഡ് ഇറ്റ്. ഓൾ ഇന്ത്യ റാങ്ക് 42. ആകാശ് സ്ക്രീനിലേക്ക് തുറിച്ചു നോക്കി. അവന്റെ നമ്പർ, അവന്റെ പേര്. അവൻ സ്വപ്നം കാണുകയല്ല. അവൻ അനഞ്ഞാൻ പറ്റിയില്ല. അവൻ കരയുകയാണോ ചിരിക്കുകയാണോ എന്ന് അവനുപോലും അറിയില്ലായിരുന്നു. അഞ്ജലിയും ജയിച്ചിരിക്കുന്നു. 120ാം റാങ്ക്. അവൾ സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. സത്യൻ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. ആകാശ് പതുക്കെ കഫേയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. വിറയ്ക്കുന്ന കൈകൊണ്ട് അച്ഛന്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ മോനെ. ആകാശ് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. ഒരു തേങ്ങലു മാത്രം. മോനെ, എന്താടാ? എന്തുപറ്റി? പരീക്ഷ? അച്ഛന്റെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞു. അച്ഛാ, അവൻ ഒടുവിൽ ഒരുവിധം പറഞ്ഞു. അച്ഛാ, നമ്മൾ ജയിച്ചു. ഞാൻ കളക്ടറാകാൻ പോണു അച്ഛാ. മറുതലക്കൽ നിശബ്ദത.
പിന്നെ ഒരു ദീർഘമായ ശ്വാസം മാത്രം. കുറച്ചുനേരം കഴിഞ്ഞ് ഇടറിയ ശബ്ദത്തിൽ അച്ഛന് പറഞ്ഞു, മാലതി, കേട്ടില്ലേ നമ്മുടെ മോൻ? സാറായി. ആകാശ ഫോണും ചെവിയോട് ചേർത്ത് ആ കടത്തെണ്ണയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അത് ആനന്ദത്തിന്റെ കണ്ണുനീരായിരുന്നു. സിവിൽ സർവീസ് വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങ്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം, മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മറ്റുന്നത ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ആകാശ് വൃത്തിയായി തേച്ച വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് മുൻനിരയിലിരിപ്പുണ്ട്. അവനൊപ്പം അഞ്ജലിയും സത്യനുമുണ്ട്. അവന്റെ കണ്ണുകൾ പ്രവേശന കവാടത്തിലായിരുന്നു. അപ്പോഴാണ് വേണു ആ ഓഡിറ്റോറിയത്തിന്റെ വാതിലിലൂടെ അകത്തേക്ക് വരുന്നത് അവൻ കണ്ടത്. ആകാശ് വാങ്ങിക്കൊടുത്ത ഏറ്റവും നല്ല വെള്ള ഷർട്ടും മുണ്ടുമായിരുന്നു വേഷം. പക്ഷേ ആ വലിയ ആൾക്കൂട്ടത്തിലും വെളിച്ചത്തിലും അച്ഛൻ ആകെ പരിഭ്രമിച്ചിരുന്നു. വേണു ഏറ്റവും പിന്നിലെ ഒഴിഞ്ഞ കസേരയിലിരിക്കാൻ ശ്രമിച്ചു. ആകാശ് എഴുന്നേറ്റു. എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്കാണെന്നറിഞ്ഞിട്ടും അവൻ സദസ്സിനിടയിലൂടെ നടന്ന് ഏറ്റവും പിന്നിലെത്തി. അച്ഛാ, അവൻ വിളിച്ചു. വേണു ഞെട്ടിത്തിരിഞ്ഞു. മോനെ, ഞാൻ ഇവിടെ ഇരുന്നോളാം, നീ ചെല്ല്. ഇവിടെയല്ല അച്ഛന്റെ സ്ഥലം. ആകാശ് അച്ഛന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്റെ കൂടെ വാ. അവൻ അച്ഛനെയും കൊണ്ട് ക്യാമറകൾക്ക് മുന്നിലൂടെ മന്ത്രിമാരുടെ അരികിലൂടെ നടന്ന് തനിക്കായി ഒരുക്കിയ മുൻനിരയിലെ കസേരയ്ക്ക് അരികിലെത്തി. ഇവിടെ. അവൻ അച്ഛനെ തനിക്കരികിലെ കസേരയിൽ പിടിച്ചിരുത്തി. മോനെ, എനിക്ക് പേടിയാകുന്നു. ഇവരൊക്കെ. വേണു ചുറ്റും നോക്കി. ആകാശ് അച്ഛന്റെ കയ്യിൽ ഒന്നുകൂടി മുറുകെ പിടിച്ചു. അച്ഛൻ പേടിക്കണ്ട. അച്ഛൻ കാരണമാണ് ഞാനിവിടെ എത്തിയത്. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. വേണു മകന്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിലെ ആത്മവിശ്വാസം കണ്ട് ആ അച്ഛൻ പതുക്കെ നിവർന്നിരുന്നു. വിജയികളുടെ പേരുകൾ ഓരോന്നായി വിളിച്ചു. അവരെല്ലാം തങ്ങളുടെ വിജയരഹസ്യം പറഞ്ഞു. ഒടുവിൽ ആകാശിന്റെ പേര് വിളിച്ചു. ഓൾ ഇന്ത്യ റാങ്ക് 42 ശ്രീമാൻ ആകാശ്. കയ്യടികൾക്കിടയിലൂടെ ആകാശ വേദിയിലേക്ക് നടന്നു. അവൻ മൈക്കിനു മുന്നിൽ നിന്നു. ആയിരക്കണക്കിന് കണ്ണുകൾ അവനെ ഉറ്റുനോക്കി. ബഹുമാനപ്പെട്ട വേദി, പ്രിയപ്പെട്ടവരെ, അവൻ ശാന്തമായി പറഞ്ഞു തുടങ്ങി. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്. എന്റെ അമ്മയോട്, എന്റെ സുഹൃത്തുക്കളോട്. അവൻ തന്റെ പഠനത്തെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും സംസാരിച്ചു. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു. എല്ലാവരും എന്നെ അഭിനന്ദിക്കുകയാണ് ആകാശ് IAS ആയതിന്. പക്ഷേ ഈ വേദിയിൽ നിൽക്കാൻ എന്നെ യോഗ്യനാക്കിയ, എന്നെ ഞാനാക്കിയ ഒരാൾ, അദ്ദേഹം ഈ വേദിയിലില്ല. അദ്ദേഹം ആ സദസ്സിലുണ്ട്. എല്ലാ കണ്ണുകളും സദസ്സിലേക്ക് തിരിഞ്ഞു. ആകാശ് മുൻനിരയിലിരിക്കുന്ന അച്ഛനെ നോക്കി. അച്ഛാ, വേദിയിലേക്ക് വരണം. വേണു ഞെട്ടി. അദ്ദേഹം എഴുന്നേറ്റില്ല. വേണ്ട മോനെ, അദ്ദേഹം ചുണ്ടനക്കി. ആകാശം മൈക്ക് താഴെ വെച്ചു. അവൻ വേദിയിൽ നിന്നിറങ്ങി അച്ഛന്റെ അടുത്തെത്തി. വാ അച്ഛാ. അവൻ അച്ഛന്റെ കൈ പിടിച്ച് ആ വലിയ വേദിയിലേക്ക് ആനയിച്ചു. മന്ത്രിമാരുടെ നടുവിലൂടെ, ക്യാമറകൾക്ക് മുന്നിലൂടെ അവൻ തനിക്കായി ഒരുക്കിയ മുൻനിരയിലെ കസേരയ്ക്കരികിലെത്തി. ഇവിടെ. അവൻ വീണ്ടും മൈക്കിന് മുന്നിലെത്തി. ഒരു കൈകൊണ്ട് അച്ഛനെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയം നിശബ്ദമായി. ഇതെന്റെ അച്ഛൻ, വേണു. അവനൊരു നിമിഷം നിർത്തി. അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഈ നഗരത്തിലെ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് വൃത്തിയാക്കി വരുന്ന എന്റെ അച്ഛനെ കണ്ട് എന്റെ കൂട്ടുകാരുടെ മുന്നിൽ അപമാനഭാരത്താൽ തലകുനിച്ചൊരു മകനാണ് ഞാൻ. സദസ്സിലൊരു ഞെട്ടലുണ്ടായി. വേണുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ വെച്ച് ഇതെന്റെ അച്ഛനാണ് എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തെ ഒരു ദൂരത്തെ ബന്ധുവാണെന്ന് കള്ളം പറഞ്ഞു. ആകാശിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവനത് തുടച്ചില്ല. പക്ഷെ ഇന്ന്. അവൻ അച്ഛനെ നോക്കി, പിന്നെ സദസ്സിനെ നോക്കി. അവന്റെ ശബ്ദം ഉയർന്നു. അതിൽ അവന്റെ ആത്മാവിന്റെ എല്ലാ ശക്തിയുമുണ്ടായിരുന്നു. ഇന്ന് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ ഈ നാടിന്റെ കളക്ടറാകാൻ പോകുന്ന ഞാൻ ഈ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടെ പറയുന്നു, ഈ മനുഷ്യൻ കൈകൊണ്ട് കോരി അഴുക്കാണ് എന്റെ ജീവിതത്തിലെ എല്ലാ അഴുക്കുകളെയും കഴുകിക്കളഞ്ഞത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹീറോ ആണ് എന്റെ അച്ഛൻ. അവൻ മൈക്ക് വെച്ചു. തിരിഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിച്ചു. എന്നോട് ക്ഷമിക്ക അച്ഛാ. വേണു മകനെ തിരിടെ കെട്ടിപ്പിടിച്ചു. നീ എന്റെ അഭിമാനമാടാ മോനെ. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ ഓഡിറ്റോറിയം മുഴുവൻ എഴുന്നേറ്റ് നിന്നു. ആ കയ്യടി ശബ്ദം മിനിറ്റുകളോളം നിലച്ചില്ല. അതൊരു മകന്റെ പ്രായശ്ചിത്തത്തിനും ഒരച്ഛന്റെ നിശബ്ദമായ സ്നേഹത്തിനുമുള്ള അംഗീകാരമായിരുന്നു. മാസങ്ങൾക്ക് ശേഷം കളക്ടർ ആകാശ് വിയുടെ ഔദ്യോഗിക വാഹനവ്യൂഹം നഗരത്തിലൂടെ നീങ്ങുകയായിരുന്നു. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ബംഗ്ലാവിലേക്ക് മടങ്ങുകയായിരുന്നു അവൻ. വണ്ടി നിർത്തൂ,
ബസ് സ്റ്റാൻഡിന് മുൻപ് വെച്ച് അവൻ ഡ്രൈവറോട് പറഞ്ഞു. അവൻ കാറിൽ നിന്നിറങ്ങി. കൂടെ അവന്റെ അച്ഛൻ വേണുവുമുണ്ടായിരുന്നു. അവരാ പഴയ പൊതു ശൗചാലയത്തിനു മുന്നിൽ നിന്നു. അവിടം ഇപ്പോൾ ഒരുപാട് മാറിയിരുന്നു. പേ ആൻഡ് യൂസ് എന്ന പുതിയ ബോർഡ്, വൃത്തിയായ ടൈലുകൾ. അച്ഛാ, നഗരത്തിലെ എല്ലാ പൊതു ശൗചാലയങ്ങളും നവീകരിക്കാനുള്ള പ്രപ്പോസലിന് ഗവൺമെന്റ് അനുമതി തന്നു. തുടക്കം ഇവിടെ നിന്നാണ്, ആകാശ പറഞ്ഞു. വേണു ഒന്നും മിണ്ടാതെ മകനെ നോക്കി പുഞ്ചിരിച്ചു. അച്ഛാ, മാപ്പ്, ആകാശ വീണ്ടും പറഞ്ഞു. വേണു ചിരിച്ചു. എന്തിന്? നീ എന്റെ അഭിമാനമല്ലേ മോനെ? അവർ അവിടെ നിന്ന് നിലാവെളിച്ചത്തിൽ പുതിയ ജീവിതത്തിലേക്ക്, പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് നടന്നു. യഥാർത്ഥ വെളിച്ചത്തിലേക്ക്.